രാജ്യത്തിലാണ് അദ്ദേഹം കാലുകുത്തിയത്. ഇന്ത്യ രാജ്യത്തിലാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത്. ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന 5 വസ്തുക്കൾ ഇന്ത്യ രാജ്യത്തിൽ ഇന്നും നമ്മൾ ആസ്വദിക്കുന്നു. ഏലക്കയൊക്കെ അതിൽപ്പെട്ടതാണ്. ഏലക്ക, മിസ്ക്, കർപ്പൂരം, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുവെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ സ്പൈസസ് ഏറ്റവും കൂടുതൽ നല്ല സ്വാദ്, നല്ല മണമുള്ള സ്പൈസസ് കേരളത്തിലാണ്, വിശിഷ്യ ഇടുക്കി ജില്ലയിലാണ്. അതിന്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലുകുത്തിയെങ്കിൽ ഈ കേരളത്തിന്റെ ഈ മണ്ണിൽ സഹാബാക്കൾ കാലുകുത്തുകയും ഈ കേരളത്തിലുള്ള തേക്കിന്റെ കഷണങ്ങളിലുള്ള മരത്തിന്റെ കൊമ്പടിച്ച് അതിൽ നിന്നും കട്ടിലിന്റെ കാലുണ്ടാക്കി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉപയോഗിച്ചതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ കേരളക്കരയിൽ കൃഷി ചെയ്ത് കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഇഞ്ചി ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം. ആരായിരുന്നു അത്? ചേരമാൻ പെരുമാൾ, ശക്രുത്തി പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്നിരുന്ന താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്ത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അർഹനായ ബഹുമാനപ്പെട്ട ചക്രുത്തി പെരുമാൾ, ചേരമാൻ പെരുമാൾ, അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ആ തിരുസവിധത്തിലേക്ക് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, 10 പേര് ഹൽക്കയായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ഒരു സഹോദരൻ ഒരു പൊതിക്കെട്ട് നബി തങ്ങളുടെ കൈകളിൽ കൊണ്ടു കൊടുക്കുന്നു. അദ്ദേഹം സിന്ധിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അന്ന് സിന്ധ്, ഹിന്ദ് എന്നൊക്കെ അറിയപ്പെടുന്ന നാടാണിത്. ആ സിന്ധിൽ നിന്ന് വന്ന വ്യക്തിയാണത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ സഞ്ചബീൽ, അത് ഇഞ്ചിയായിരുന്നു. അന്ന് ഇഞ്ചി സുലഭമായി ലഭിച്ചിരുന്നത് ഇന്ത്യയിലെ കേരളത്തിലായിരുന്നു, കേരളക്കരയിലായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഞ്ചി ഓരോ കഷണം അവിടെ കൂടിയിരുന്ന സഹാബാക്കൾക്കെല്ലാം അത് വീതിച്ചു കൊടുത്തു. ഇത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ ചർച്ച ചെയ്തു ഇന്ത്യ രാജ്യത്തെ കുറിച്ച്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലൂടെ സഞ്ചരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെയും ബഹുമാനപ്പെട്ട അലിയാരി തങ്ങളെയും വീശിക്കൊണ്ടതാ ഒരു ശീതള ചായൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. നല്ല ഒരു കാറ്റ് അവരെ തഴുകി തലോടിപ്പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയെ, ഇത് ഇന്ത്യയുടെ കാറ്റാണ്, ഇത് ഇന്ത്യയുടെ കാറ്റാണ്, ഇത് ഹിന്ദിന്റെ കാറ്റാണ്. ഇന്ത്യയുടെ കാറ്റും സ്വർഗത്തിലെ വൃക്ഷവും അള്ളാഹു യോജിപ്പിച്ചിരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി ഖൈറുല്ലാ ഖൈറുല്ലാ, കേരള കേരള എന്നൊക്കെ അറബികൾ വിളിക്കണമെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിനേക്കാളും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എല്ലാ നിലയ്ക്കും അനുഗ്രഹിച്ച ഒരു നാടാണ് എന്ന് പോലും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ കേരളക്കരയെ കുറിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലും അഭിമാനിക്കേണ്ടത് കാസർഗോഡ് ജില്ലക്കാരാണ്. കാരണം എന്താ? ഇവിടെ മുതലാണല്ലോ അതിന്റെ തുടക്കം. പക്ഷെ നമ്മുടെ പിള്ളമാര് മറന്നു പോകുന്നല്ലോ. ഇവരുടെ ഓരോ പരിപാടികൾ കണ്ടാല് ഈ നാട്ടിൽ വരാതെ ഞങ്ങളുടെ കൊല്ലത്ത് വന്നിരുന്നെങ്കിൽ റാഹത്തായിരുന്നല്ലോ, ഞങ്ങള് ആ സഹാബാക്കളെ തോളിലേറ്റി നടക്കുമായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകുമായിരുന്നു.